Hello everyone, welcome to my channel. Today we are going to discuss about Venturi meter and its working. ഇത് ഫസ്റ്റ് DC BSc ഫിസിക്സ് കാരുടെ ബേസിക് മെക്കാനിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള പേപ്പറിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നുള്ള പോർഷനിൽ ബെർണോളിയസ് തിയറം റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളിത് സ്മോളർ ക്ലാസ്സസിൽ +1 +2 ക്ലാസ്സിൽ ബെർണോളിയസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് വെഞ്ചുറി മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഇത് ഡിഗ്രി സ്റ്റുഡൻസിനും അവരുടെ ഫസ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് വെഞ്ചുറി മീറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെഞ്ചുറി മീറ്ററിൻ്റെ പിക്ചറാണ്, വരച്ച് പഠിക്കാനുള്ളതാണ്. അതിൽ ജസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു വലിയ പൈപ്പിൻ്റെ രണ്ട് പീസസും അതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ചെറിയൊരു ഏരിയയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വെർട്ടിക്കൽ ലെവലിൽ രണ്ട് പൈപ്പ്സും കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ്, അതായത് രണ്ട് ഏരിയ, വൈഡർ ഏരിയയും ഒരു നാരോ ഏരിയയും ഉള്ള ഒരു A1 A2 എന്നുള്ള രണ്ട് ക്രോസ് സെക്ഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ബെർണോളിയസ് തിയറവും പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് വെഞ്ചുറി മീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ മെഷർമെൻറ്റ് ഡിവൈസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബെർണോളിയസ് ഇക്വേഷൻ. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബെർണോളിയസ് ഇക്വേഷനാണ്, അല്ലെങ്കിൽ ബെർണോളിയസ് തിയറം ബേസ് ചെയ്താണ് വെഞ്ചുറി മീറ്റർ വർക്ക് ചെയ്യുന്നത്. ആ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലോ മെഷർമെൻറ്റ് ഡിവൈസ്. ഏത് ഫ്ലൂയിഡാണോ എന്തും ആയിക്കോട്ടെ അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നതിൻ്റെ മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ് ഈ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻസൈഡ് ദ പൈപ്പ് ദർ ആർ 2 പൈപ്പ്സ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ, 2 പൈപ്പ്സ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ഇൻസൈഡ് ദ പൈപ്പ് പ്രഷർ ഡിഫറൻസ് ഈസ് ക്രിയേറ്റഡ് ബൈ റെഡ്യൂസിങ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫ്ലോ പാസേജ്. ഓക്കെ, അപ്പോൾ ആ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഏതാ A1 A2 എന്നുള്ള ക്രോസ് സെക്ഷണൽ ഏരിയാസ് A1 ആൻഡ് A2 ഇവിടെയും നിങ്ങൾക്ക് കാണാം A2 അല്ലേ. അപ്പോൾ ആ ഏരിയാസ് ക്രോസ് സെക്ഷണൽ ഏരിയാസ്, അതായത് ഫ്ലോയിൻ്റെ പ്രഷർ നമുക്ക് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ വഴിയാണ് നമ്മളതിനെ സ്റ്റഡി ചെയ്യുന്നത്. ദിസ് പ്രഷർ ഡിഫറൻസ് is measured with the help of manometer and helps in determining rate of fluid flow or other discharge from the pipeline. Venturi meter has a cylindrical entrance section, converging conical inlet, adana converging conical inlet, and a cylindrical throat. Second point is cylindrical throat undu alle idu, and a diverging recovery cone. This is a diverging recovery cone. ഒരു കൺവേർജിങ് ഇൻലെറ്റ് ഉണ്ട്, പിന്നെ ഒരു സിലിണ്ട്രിക്കൽ ത്രോട്ട് ഉണ്ട്, പിന്നെ ഒരു ഡൈവേർജിങ് റിക്കവറി കോൺ ഉണ്ട്. അപ്പം മാനോമീറ്റർ വെച്ചിട്ടുള്ള ഇതിലാണ് നമ്മൾ ഈ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതും ആ ഒരു പ്രസൻസിൽ നമ്മൾ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെത് ഡിറ്റർമിൻ ചെയ്യുന്നതും എല്ലാം ഈ വെഞ്ചുറി മീറ്ററിൻ്റെ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് 3 പോർഷൻസ് ആണ് വെഞ്ചുറി മീറ്ററിലെ സെക്ഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് കൺവേർജിങ് കോണിക്കൽ ഇൻലെറ്റ്, പിന്നെ ഒരു സിലിണ്ട്രിക്കൽ ത്രോട്ടും, പിന്നെ ഡൈവേർജിങ് റിക്കവറി കോണും. മെയിനായിട്ട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് പറയുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻറ്റേജ് നമുക്കറിയാം എന്താണ്, ഫ്ലോയിനെ പറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. പക്ഷേ അതിന് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ വെരി കോസ്റ്റ്ലി ഫോർ ഇൻസ്റ്റലേഷൻ. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുമാണ്, മാത്രമല്ല അത് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ detection are the high initial cost for installation and difficulty in installation and inspection. The Venturi effect is the reduction in fluid pressure that results when a fluid flows through a constricted section of pipe. അതായത് ഒരു ഇടുങ്ങിയ നാരോ പാസേജ് വഴി നമ്മൾ കാണിച്ചു തന്നിരുന്നു അല്ലേ, പിക്ചറിൽ 2 വലിയ പൈപ്പ്സ് ഉണ്ട്, നടുക്കൊരു ത്രോട്ട് സെക്ഷൻ പോലെ ഉണ്ട്. അപ്പോൾ ഒരു ഇടുങ്ങിയ പാത്തിലൂടെ ആ പൈപ്പിലൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ, അപ്പോൾ സ്റ്റാർട്ടിങ് ഇൻലെറ്റിലൂടെ ഈ ത്രോട്ടിൽ കൂടെ പാസ് ചെയ്ത് ഡൈവേർജിങ് ആയിട്ടുള്ള കോണിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഫ്ലൂയിഡ് അവിടെ നടക്കുന്ന അതിനകത്ത് ആ നാരോ പാസേജിൽ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ കൺസ്ട്രിക്റ്റഡ് സെക്ഷൻ ഓഫ് പൈപ്പിൽ കൂടെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് പ്രഷറിൻ്റെ റിഡക്ഷനാണ് ഈ വെഞ്ചുറി എഫക്റ്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്.
പിന്നെ the fluid velocity must increase through the constriction to satisfy the equation of continuity. We already know that fluid dynamics main ഒരു കാര്യമാണ് നിങ്ങൾ equation of continuity പറയുന്നത്. അപ്പോൾ fluid velocity must increase through the constriction to satisfy the equation of continuity while its pressure must decrease. അപ്പോൾ velocity increase ചെയ്യണം equation of continuity satisfy ചെയ്യാനായിട്ട്. ഒപ്പം എന്താണ് pressure must decrease due to conservation of energy. The gain in kinetic energy, that is Ke, is balanced by a drop in pressure or a pressure gradient force. So equation of continuity satisfy ചെയ്യണമെങ്കിൽ velocity increase ചെയ്യണം ഫ്ലൂയിഡിൻ്റെ. മാത്രമല്ല pressure decrease ചെയ്താൽ conservation of energy relate ചെയ്താൽ അവിടെ ഒരു pressure gradient force അല്ലെങ്കിൽ ഒരു reduction in pressure അവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആ റിഡക്ഷൻ ഇൻ പ്രഷർ ആണ് നമ്മൾ വെഞ്ചുറി എഫക്റ്റ് കൊണ്ട് പറയുന്നത് തന്നെ. ഇനി നമുക്ക് ഇവിടെ ചോദിക്കുന്നത്, അപ്പം വെഞ്ചുറി മീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഫ്ലോ മെഷർമെൻറ്റ് ഡിവൈസ് ആണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബെർണോളിയസ് ഇക്വേഷൻ ആണ്. ഇത് 2 പോയിന്റ്സ് എഴുതുമ്പോൾ തന്നെ അവിടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പാസേജ് ആയിട്ട് എഴുതാനാണ് പറയുന്നതെങ്കിൽ, ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ് നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ബെർണോളിയസ് ഇക്വേഷൻ റിലേറ്റ് ചെയ്താണെന്ന്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നമുക്ക് നോക്കാൻ പോവുകയാണ്. യൂസിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ 2 സ്റ്റെപ്സ് പറയാൻ പോവുക. When a liquid flows through a tube of varying cross section, the velocity and pressure vary along the tube, the velocity being greater where the pressure is the least. So velocity നേരത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഇൻക്രീസ് ആവുന്നതും പ്രഷർ ഡിക്രീസ് ആവുന്ന കാര്യവും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്. ഫ്ലൂയിഡ് ഒരു ട്യൂബിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ വെലോസിറ്റിയും പ്രഷറും പറയുന്നത് വേരിയേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേറ്ററും പ്രഷർ ലീസ്റ്റും ആയിരിക്കും. And vice versa. When the liquid flows from the point 1 to point 2, അത് നിങ്ങൾ point 1 point 2 എന്ന് പറയുന്നത് മുന്നേ കാണിച്ച വെഞ്ചുറി മീറ്ററിൻ്റെ പിക്ചറിൽ ഒരു ഡോട്ടഡ് പോയിന്റ്സ് കാണിക്കുന്നുണ്ട് 1 2 എന്നുള്ളത്. ആ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് കൺവേർജിങ് ഇൻലെറ്റ് വഴി എത്തുന്നതും പിന്നെ ആ ത്രോട്ടിൻ്റെ അവിടെയാണ് ഒരു point 2 കാണിച്ചേക്കുന്നത്. അതായത് വൈഡർ സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് നാരോ സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ when the fluid flows through point 1 to point 2, due to the decrease in diameter, the velocity of liquid becomes greater. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ പിക്ചർ മനസ്സിൽ വരിക എന്തായിരുന്നു, ഒരു വൈഡർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഇൻലെറ്റ് ഉണ്ട്, പിന്നെ ഒരു ത്രോട്ട് സെക്ഷൻ ഉണ്ട്, അതായത് കുഞ്ഞായിട്ടുള്ള നാരോ ആയിട്ടുള്ള പോർഷൻ, വീണ്ടും ഒരു വൈഡർ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇത് ഇൻലെറ്റും ഈ നാരോ പോർഷനുമാണ് ഇവിടെ നമ്മൾ പറയുന്ന ഏരിയ. അപ്പോൾ ഫ്ലൂയിഡ് ഇൻലെറ്റിലൂടെ അതായത് വൈഡർ പൈപ്പിലൂടെ കയറി വന്നു A1 പാസ് ചെയ്ത് വന്നത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ point 1 പാസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവൻ കയറുന്നത് ത്രോട്ടിൻ്റെ ആ പോർഷനിലായിരിക്കും, അതായത് നാരോ പോർഷനിലായിരിക്കും. നാരോ പോർഷനിൽ അവൻ എത്തിക്കഴിയുമ്പോൾ ആ വെള്ളം അല്ലെങ്കിൽ ആ ലിക്വിഡ് എന്താണോ ഫ്ലൂയിഡ് അവിടെ എടുക്കുന്നത് അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ. ബിക്കോസ് ഡയമീറ്റർ കുറവായതുകൊണ്ട് ത്രോട്ടിൻ്റെ അവിടെ അതായത് നാരോ പോർഷനിൽ ഡയമീറ്റർ കുറവായതുകൊണ്ട് തന്നെ ഡിക്രീസ്ഡ് ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി അവിടെ കൂടും. Let V1 and V2 be the velocity of the liquid at point 1 and point 2 respectively. Also, the area of cross sections at the point 1 and 2 are A1 and A2 respectively. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇത് ഓൾറെഡി നമ്മൾ പിക്ചറിൽ കാണിച്ചിട്ടുമുണ്ട്. ഇനി നിങ്ങൾ പടം പഠിക്കുമ്പം അതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് V1 ഉം V2 എന്ന് പറയുന്നതും 1 ഉം 2 ഉം A1 ഉം A2 ഒക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. A1 A2 ഏരിയ ക്രോസ് സെക്ഷൻസ് ആണ്. V1 V2 എന്ന് പറയുന്നത് വെലോസിറ്റീസ് ഓഫ് ദ ലിക്വിഡ് ആണ് അറ്റ് point 1 and point 2. അതായത് വൈഡർ സെക്ഷനിലും ഇൻലെറ്റ് സെക്ഷനിലും പിന്നെ മറ്റേ 2 എന്ന് പറയുന്ന പോയിന്റ് ത്രോട്ട് സെക്ഷനും. ഓക്കെ, അതായത് നാരോ സെക്ഷൻ, വളരെ ഇടുങ്ങിയൊരു പാസേജ്, അത് അവിടെ കൂടെ ഉള്ളത്. If V is the volume of liquid passing through any cross section in unit time, then according to the equation of continuity we can write V is equal to A1 V1 is equal to A2 V2. Equation of continuity നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് fluid dynamics. So that is, put it as equation number 1. നമ്മുടെ volume of liquid is passing through this cross section in unit time according to
equation of continuity, we can write V is equal to A1 V1 is equal to A2 V2. Since the instrument is held horizontally, നമുക്കറിയാം ആ പിക്ചർ ഇപ്പോൾ മനസ്സിലുണ്ടല്ലേ, എന്താണ് ഇൻലെറ്റും പിന്നെ ഡൈവേർജിങ് കോണും പിന്നെന്താ ആ ത്രോട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ട് നിരത്തി ഇങ്ങനെ വെച്ചേക്കുവാണ് അല്ലേ. പകരം വെർട്ടിക്കലായിട്ടുള്ള 2 ട്യൂബ്സ് മേളിലുണ്ട്, അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഈസ് ഹെൽഡ് ഹൊറിസോണ്ടലി, ദർ ഇസ് നോ വേരിയേഷൻ ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ത്രൂ ഔട്ട് ദ ആക്സിസ് ഓഫ് ദ ട്യൂബ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻസ്ട്രുമെന്റ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇഫ് P1 and P2 are the pressures at the points 1 and 2 respectively, and if rho is the density of the liquid, then according to Bernoulli's theorem, we know that Bernoulli's theorem എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാം. P1 by rho plus half V1 square is equal to P2 by rho plus half V2 square. ഇത് Bernoulli's theorem എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. സോ അതിൽ നിന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. P1 മൈനസ് P2, അതായത് പ്രഷേഴ്സ് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ബാക്കിയുള്ളവന്മാരെ എല്ലാം കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു റോ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ അല്ലേ. ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ P1 P2 എന്നുള്ളതിനെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക അല്ലേ. P1 by rho 1 minus P1 by rho minus P2 by rho അല്ലേ, അത് വരും ഒരു സൈഡിലേക്ക് LHSൽ. പിന്നെ RHSൽ വരുമ്പം ഹാഫ് ഓഫ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ വരും അല്ലേ. അതായത് ഇവർ രണ്ടുപേരും ഇവനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ RHSൽ ഹാഫ് ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ വരും. പിന്നെ എന്താ P1 by rho മൈനസ് P2 by റോയിലെ കോമൺ ഫാക്ടർ 1 by rho ആണ്. അവനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഹാഫിൻ്റെ മുകളിൽ ഈ റോയിനെ നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് P1 മൈനസ് P2 ഇസ് ഈക്വൽ rho by 2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻ 1, അതായത് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതിലെന്താണ് ക്ലിയർ എന്ന് പറയുന്നത് V2 ഈസ് ഗ്രേറ്റർ ദാൻ V1 അല്ലേ. V2 എന്ന് പറയുന്നത് ഏതാ, വെലോസിറ്റി അറ്റ് പോയിന്റ് 2 എന്ന് പറയുന്നത് ത്രോട്ട് പൊസിഷൻ, അത് നാരോ പൊസിഷനാണ്. അപ്പം നാരോ പൊസിഷനിൽ ഡയമീറ്റർ കുറവായതുകൊണ്ട് തന്നെ വെലോസിറ്റി ഹയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാം V2 ഈസ് ഗ്രേറ്റർ ദാൻ V1 സിൻസ് വി ഹാവ് ടേക്കൺ A1 ഈസ് ഗ്രേറ്റർ ദാൻ A2. And therefore from equation 2 it is clear that P1 is greater than P2. ഓക്കെ, അപ്പോൾ പ്രഷറും എവിടെയായിരിക്കും കൂടുതൽ, വെലോസിറ്റി കൂടുന്നതനുസരിച്ച്, വെലോസിറ്റി കൂടുന്നിടത്ത് പ്രഷർ കുറയുമെന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതലാണ് ത്രോട്ടിൻ്റെ ഏരിയയിലെങ്കിൽ P1 കൂടുന്നത് എവിടെയായിരിക്കും, നേരെ ഇൻവേഴ്സ് ഇൻലെറ്റിൻ്റെ, അതായത് വൈഡർ പോർഷനിലായിരിക്കും പ്രഷർ കൂടുതൽ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. P1 is greater than P2. As a result, the level of liquid in the tube C will be greater than the level in tube D. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു എന്താണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഒരു ചേഞ്ച്, വെലോസിറ്റി പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് നമ്മളവിടെ പിക്ചറിൽ നേർരേഖയിൽ, അല്ലെങ്കിൽ നേർരേഖയിൽ വെർട്ടിക്കലായിട്ട് മേളിലേക്ക് 2 ട്യൂബ്സ് കാണിച്ചിട്ടുണ്ട്, സിയും ഡിയും. അപ്പോൾ ആ സിയും ഡിയിലെയും ലിക്വിഡ് ലെവലിൻ്റെത് ഹൈറ്റ് H എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പിക്ചറിന് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ആ ഒരു സിയും ഡിയും എന്നുള്ളതിൽ ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ ലെവൽ, അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ലെവൽ, വെള്ളം തന്നെ ആവണം എന്നില്ല, ഏത് ടൈപ്പ് ഓഫ് ലിക്വിഡും നമ്മളിവിടെ പറയുന്നുണ്ട്. ആ ലിക്വിഡിൻ്റെ ലെവലാണ് ഇവിടെ പറയുന്നത്. ആസ് എ റിസൾട്ട് പ്രഷർ P1 ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ എന്താ, ദ ലെവൽ ഓഫ് ലിക്വിഡ് ഇൻ C വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ലെവൽ ഇൻ D. Let the difference liquid levels in tube C and D be H. ഇത് പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ്. Then the pressure difference will be P1 minus P2 is equal to H rho G. H is the height, rho is the density and G is the gravitational constant. So നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡ് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൊടുത്തേക്കുന്നതിൽ ലെഫ്റ്റ് സൈഡും സെയിം ആണ് അല്ലേ. ഇക്വേഷൻ 3യും ഇക്വേഷൻ 2ലെയും ലെഫ്റ്റ് സൈഡ്സ് സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം.
അപ്പോൾ ആ ഈക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് V1-ന് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അതായത് ഇക്വേഷൻ 1-ൽ നിന്ന് നമ്മൾ V1 എഴുതാൻ പോവുകയാണ്. അതായത് ക്യാപിറ്റൽ V ഡിവൈഡഡ് ബൈ A1 ആൻഡ് V2 is equal to ക്യാപിറ്റൽ V ഡിവൈഡഡ് ബൈ A2. അതായത് ഇക്വേഷൻ 1, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ വോളിയം ഓഫ് ദി ലിക്വിഡ് ഇസ് ഈക്വൽ ടു A1 V1 ഇസ് ഈക്വൽ ടു A2 V2 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വോളിയം ക്യാപിറ്റൽ V ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി V1-ഉം V2-ഉം അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ ഇക്വേഷൻ 4-ൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്ന് എഴുതിയേക്കുന്നതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ ഇനി എന്താ ബാക്കി എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ V1-ഉം V2-ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ മുന്നത്തതിൽ P1-ഉം P2-ഉം രണ്ട് സൈഡിലും ഒരേ, രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെയിം ആയതുകൊണ്ട് തന്നെ അവന്മാരെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് H rho G is equal to rho by 2 into അവിടെ V1-ഉം V2-നും പകരം നമ്മൾ ഈ ഇക്വേഷൻ 4-നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് V1 സ്ക്വയറിന് പകരം V സ്ക്വയർ ബൈ A1 സ്ക്വയറും പിന്നെ V2 സ്ക്വയറിന് പകരം V സ്ക്വയർ ബൈ A2 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കിവിടെ അറിയാം P1 മൈനസ് P2 is equal to rho ഡിവൈഡഡ് ബൈ 2 into V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. അപ്പോൾ ഈ മുകളിലത്തെ നാലാമത്തെ ഇക്വേഷൻ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവേ, V2-ലും V1-ലും. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യമാണ് ഈ കാണുന്നത്. എന്നിട്ട് വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നു ഫോർ സിംപ്ലിഫിക്കേഷൻ. ആൻഡ് കോമൺ ഫാക്ടേഴ്സിനെ എടുത്ത് കളയുന്നു. കോമൺ ഫാക്ടേഴ്സ് ഇവിടെ ആരൊക്കെയുണ്ട്? റോയുണ്ട്, ഇവിടെ ഒരു റോയുണ്ട്, വേറെ ആരുമില്ല. പിന്നെ കോമൺ ആയിട്ട് ബ്രാക്കറ്റിനകത്തുള്ളവനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അതാണ് H G is equal to V square by 2 into 1 by A2 square minus 1 by A1 square, or it is equal to V square by 2 into, ഇതിനെ നമ്മളൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്, A1 square minus A2 square divided by A1 square A2 square. ക്ലിയർ ആണേ? ഓക്കെ, ഈ A1 square ഇങ്ങോട്ട് പോകുന്നു, ഇവൻ ഇങ്ങോട്ട് പോകുന്നു, divided by the product A1 square into A2 square. And finally from this we can write the equation for volume, that is V is equal to A1 A2 into root of 2hg divided by A1 square minus A2 square. അതായത് ഇവിടെ പി സ്ക്വയർ ഇതിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം കൂടെ റൂട്ടിനകത്താണ്. അപ്പോൾ A1 സ്ക്വയറും A2 സ്ക്വയറും റൂട്ടിനകത്താകുമ്പോൾ അതിനെ റൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തെടുത്തു. അതുകൊണ്ടാണ് A1 A2 ഇൻറ്റു റോ അല്ല ഇൻറ്റു റൂട്ട് ഓഫ് 2hg by A1 square minus A2 square. Put it as equation number 5, and this equation can be used to measure the rate of flow of liquid through the pipe. So this is what we use, or this is how we measure the fluid flow using Venturi meter. And what we will first find from that, we can find the volume of the liquid flow through the pipe. Okay, so thank you for watching this video. I hope it's clear for all of you. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള പോർഷൻ തന്നെയാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെഷനിലൊന്ന് ഇടുക. എന്നിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് കമൻറ്റ്സ് ആണെങ്കിലും അതിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. താങ്ക് യു.